എല്ലാ പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ഈ പുതിയ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോകുന്ന വഴികളിലെല്ലാം ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ഒരു ദൂതൻ. മോശയോട് ദൈവം പറഞ്ഞു, നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങളുടെ ദുർഘടങ്ങളെ നിരപ്പാക്കാൻ ഞാനൊരു ദൂതനെ അയക്കും, അവൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ഒരു ദൂതൻ നമ്മുടെ കർത്താവ് മുൻപിൽ അയച്ചാൽ നമുക്ക് വെറുതെ പോയാൽ മതി. നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ദുർഘടങ്ങളെ നിരപ്പാക്കി വരുമ്പോൾ സമയത്തെങ്ങും എത്താൻ കഴിയുന്നില്ല. എന്നാൽ ദൂതൻ മുന്നിൽ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കിയാൽ പിന്നെ നമുക്ക് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് ദൈവത്തിൻ്റെ ദൂതുവാഹികളായ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതാണ് ഈ ചില പ്രോഗ്രാമുകളിൽ ഐസ് ബ്രേക്കേഴ്സ് ഉണ്ടാകും. ഐസ് ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ വന്ന് കുറേ തമാശ പറയും, കുറേ ഗെയിമുകൾ കളിപ്പിക്കും. അപ്പോൾ പുതുതായി തുടങ്ങിയ ഒരു പരിപാടി, ആ ഒരു സെമിനാറിൽ എല്ലാവരും ഒന്ന് ബന്ധം സ്ഥാപിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ഒരു ഗെയിമൊക്കെ വെക്കും. അതോടെ തണുത്തിരിക്കുന്ന ആൾക്കാരുടെ ഐസ് എല്ലാം ഉടഞ്ഞു പോകും. ഈ ഐസ് ബ്രേക്കേഴ്സ് എന്ന പേര് ഉണ്ടായത് ഈ റഷ്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ചരക്ക് കപ്പലുകൾ കൊണ്ടുപോകണമെങ്കിൽ, യാത്രാ കപ്പൽ പോകണമെങ്കിൽ വലിയ പാടാണ്. ആ കപ്പൽ പാത മുഴുവനും ചില സീസണുകളിൽ മഞ്ഞ് കൊണ്ട് ഉറഞ്ഞ് കട്ട പിടിച്ച് കിടക്കും. കടൽ മുഴുവനും ഐസായി കിടക്കും. അടിയിൽ വെള്ളമുണ്ട്, എന്നാൽ ഒരു 2 അടി 3 അടി കനത്തിൽ മഞ്ഞുപാളികൾ ഉള്ളതുകൊണ്ട് യാത്ര ദുർഘടമാണ്. അതുകൊണ്ട് അതിനെ തകർക്കുന്ന വേറെ ചെറിയ കപ്പലുണ്ട്. കപ്പൽ ചെറുതാണെങ്കിലും അതിൻ്റെ എൻജിൻ ഭയങ്കര പവറാണ്. അത് ശക്തമായ ബലത്തോടെ മുന്നോട്ട് പോയി ഈ വാഹനങ്ങളുടെ മുന്നിൽ പോയിട്ട് മഞ്ഞുപാളികളെ തകർത്ത് കളയും. അതിനെ വിളിക്കുന്ന പേരാണ് ഐസ് ബ്രേക്കേഴ്സ്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കാണാം. എത്ര വലിയ മഞ്ഞുപാളികളും അവരിടിച്ച് തകർക്കും. അതിനുശേഷം ചരക്ക് കപ്പലുകൾക്കും യാത്രാ കപ്പലുകൾക്കും സുഗമമായിട്ട് യാത്ര ചെയ്യാം, യാതൊരു അനക്കവുമില്ല. ഇതാണ് ദൂതനെ, ദുർഘടങ്ങളെ നിരപ്പാക്കാൻ ദൂതനെ മുന്നോട്ട് വിടുക എന്ന് പറഞ്ഞാൽ. അതായത് എത്ര വലിയ ദുർഘടങ്ങളും നിരപ്പാകും. ഇതാണ് ഞങ്ങളും ദൈവത്തിൻ്റെ ദൂതുവാഹികളായ ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ മുന്നേറ്റത്തെ സുഗമമാക്കാനാണ് പ്രൈസ് ജനറേഷൻ ചർച്ചിനെ ദൈവാക്കിയത്. ജീസസ് എവരിഡേ എന്ന ഓരോ പ്രഭാതത്തിലെ പ്രോഗ്രാമും നിങ്ങളുടെ മുൻപിലുള്ള ഐസ് കട്ടകളെ ഞങ്ങൾ ഉടച്ചു കളയുകയാണ്. നിരാശകളെ, മുന്നോട്ട് പോകാൻ കഴിയാത്ത എല്ലാ പ്രശ്നങ്ങളെയും പ്രഭാതത്തിലെ വചനധ്യാനത്തിലൂടെ, ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ തകർത്തിട്ട് നിങ്ങൾക്ക് വേഗത്തിൽ പോകാൻ ഒരു വഴിയൊരുക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പോകുന്ന ദൂതന്മാരാണ്. ഞങ്ങളെ സഭയുടെ ദൂതന്മാരാക്കി കർത്താവാക്കിയെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ കാണാം. 7 ദൂതന്മാർ, സന്ദേശവാഹകർ, 7 നിലവിളക്ക്, 7 സഭകൾ എന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കാണും. അപ്പോൾ ഓരോ സഭയുടെ ദൂതന് എഴുതുക എന്ന് നമ്മൾ പിന്നീട് വായിക്കുന്നു. അതായത് ഓരോ സഭയുടെ ദൂതന്മാർ ദുർഘടങ്ങൾ നിരപ്പാക്കും. അതായത് ദൈവമാക്കിയ ഞങ്ങളുടെ ജോലിയാണ് നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ തകർത്ത് കളയുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അതിവേഗത്തിൽ പോകാൻ ഞങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അവരുടെ മുൻപിലുള്ള മഞ്ഞുപാളികൾ ഉടയപ്പെടുകയും ചെയ്യാൻ നിങ്ങൾ അവർക്ക് വേണ്ടി കൂടി ഈ സന്ദേശങ്ങളെ കൈമാറണം. പ്രൈസ് ജനറേഷൻ മിനിസ്ട്രിയുടെ ഒരു ഭാഗമായി തീരുവാൻ, ഈ മിനിസ്ട്രിക്ക് ഒരു കൈത്താങ്ങൽ തരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാം. പ്രൈസ് ജനറേഷൻ ചർച്ചിന്, മീഡിയയ്ക്ക് വലിയ വലിയ ആവശ്യങ്ങളുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരണ ലഭിക്കുന്നത് പോലെ സാമ്പത്തിക, ഭൗതിക കൈത്താങ്ങൽ തരുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് യേശുവിനെ പാടി സ്തുതിക്കാം. Praise in the valley, a praise on the mountain, praise when I'm sure, praise when I'm doubting,
praise when I'm numbered, a praise when surrounded. Praise is the water my enemies drowning. As long as I'm breathing, I've got a reason to praise the Lord, oh my soul. Praise the Lord, oh my soul. Praise when I feel it, praise when I don't. Praise 'cause I know you're still in control. My praise is a weapon, it's more than a sound. My praise is a shower that brings Jericho down. As long as I'm breathing, I've got a reason to praise the Lord, oh my soul. Praise the Lord, oh my soul. I won't be quiet, my God is alive. How could I keep it inside? Praise the Lord, oh my soul. Oh, praise the Lord, oh my soul. Praise 'cause you're sovereign, praise 'cause you reign, praise 'cause you rose and defeated the graves. Praise 'cause you're faithful, praise 'cause you're true, praise 'cause there's nobody greater than you. Praise 'cause you're sovereign, praise 'cause you reign, praise 'cause you rose and defeated the grave. Praise 'cause you're faithful, praise 'cause you're true, praise 'cause there's nobody greater than you. Praise the Lord, oh my soul. 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 I won't be quiet, my God is alive. How could I keep it inside? I won't be quiet, my God is alive. How could I keep it inside? I won't be quiet, I won't be quiet, my God is alive. How could I keep it inside? I won't be quiet, my God is alive. How could I keep it inside? Praise the Lord, oh my soul. Oh my soul. മത്തായിയുടെ സുവിശേഷത്തിലെ ഒന്നാമത്തെ യേശുവിൻ്റെ വംശാവലി രേഖയും അത് കഴിഞ്ഞുള്ള ചില ഭാഗങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1:20 വാക്യം നമുക്ക് വായിക്കാം. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ ജോസഫിന് പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ ജോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാകുന്നു. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിനകത്തുനിന്ന് ചില ചിന്തകൾ കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് തന്നു. ചിന്തകളെന്ന് പറയുന്നതെല്ലാം ദൈവത്തിൻ്റെ ആലോചനകളാണ്. നമ്മൾ വായിക്കുന്ന വേദഭാഗത്തിൽ നിന്ന് എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ശ്വാസമായതുകൊണ്ട് നമ്മുടെ ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ദൈവം സംസാരിക്കും. ഈ സന്ദർഭം നമുക്കറിയാം. യേശു കർത്താവിൻ്റെ ജനനം. മറിയുടെ അടുക്കൽ ഗബ്രിയേൽ മാലാഖ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ വലിയവനാകും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി,
നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ. എന്നാൽ അവൾ തെളിവുകളെല്ലാം ചോദിച്ചു. മച്ചി എന്ന് പറഞ്ഞ എലിസബത്തിന് ഇപ്പോൾ 6-ാം മാസമാണെന്നൊക്കെ ദൂതൻ സാക്ഷ്യം പറഞ്ഞ് അവളെ പ്രബോധിപ്പിച്ച് ആ യൗവനക്കാരിയെ ധൈര്യപ്പെടുത്തി വിശ്വാസത്തിലേക്ക് തന്നെ അവളെ കൊണ്ടുവന്നു. കാരണം ഇതുവരെ നടക്കാത്ത ഒരത്ഭുതം നടക്കാൻ പോകുന്നു. യെശയ്യാവ് 7:14 സംഭവിക്കാൻ പോകുന്നു. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കാൻ പോകുന്നു. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വന്ന് സർപ്പത്തിൻ്റെ തല തകർക്കും. ഈ സന്ദേശം മറിയയുടെ ജീവിതത്തെ ഇളക്കി മറിച്ചു. എന്ത്? വേദപുസ്തകത്തിൽ പറയുന്നവൻ, വരാമെന്ന് പറയുന്നവൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുവോ? അവൾ അവളെ തന്നെ സമർപ്പിച്ചു. എന്നാൽ ആ സമർപ്പണത്തിലൂടെ അവൾ ഗർഭം ധരിച്ചു. പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭം ധരിച്ചു. ഇത് ജോസഫിനോട് പറഞ്ഞു. ജോസഫ് നീതിമാനാകൊണ്ട്, അതാണ് അവിടെ നമ്മൾ കാണുന്നത്. 18 മുതൽ വായിക്കുമ്പോൾ, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് കണ്ടു. ജോസഫ് അറിഞ്ഞു, ഇവൾ ഗർഭം ധരിച്ചു എന്നറിഞ്ഞു. ആ കാലത്ത് ഇങ്ങനൊരു ഗർഭധാരണം നടന്നാൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, കല്ലെറിഞ്ഞു കൊല്ലുക, പാപിനി. എന്നാൽ മറിയ ജോസഫിനോടൊരു കാര്യം പറഞ്ഞു. ജോസഫ് നല്ലവനാണ്, നീതിമാനായതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു, ഇവളുടെ കൂടെ ജീവിക്കണ്ട. ഇത് ശരിയായ പരിപാടിയല്ല, നമ്മുടെ നാട്ടിലില്ലാത്തതും നമ്മുടെ വീട്ടിലില്ലാത്തതും. ഇങ്ങനൊരു സംഭവം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതാണ് പലരും പറയുന്നത്, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഇന്ന ഒരു അത്ഭുതം, ഞാനത് അംഗീകരിക്കുന്നില്ല. നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ശേക്കലിന് 1 സെയാ കോതമ്പും 1 സെയാ യവവും വിൽക്കപ്പെടും. അപ്പോൾ രാജാവിന്റെ പാനപാത്രവാഹകൻ, അകമ്പടി നായകൻ, 2 രാജാക്കന്മാർ 7-ാം അധ്യായമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ദൈവം ആകാശത്തിലെ കിളിവാതിൽ തുറന്നാൽ നടക്കുന്ന കാര്യമൊന്നും അല്ലത്. അവൻ പറഞ്ഞെന്താണ്? ദൈവം ആകാശത്തിലെ കിളിവാതിൽ തുറന്നാലും നടക്കില്ല. അതിൻ്റെ അർത്ഥം ദൈവത്തിന് പോലും നടക്കില്ലെന്ന്. എന്നാൽ ദൈവത്തിൽ നിന്ന് നിശ്ചയം പ്രാപിച്ച എലീശ പറഞ്ഞു, എന്നാൽ നീ അത് കാണും, നീ അത് അനുഭവിക്കില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. ഗോതമ്പ് യവവും വിൽക്കുന്ന സമയത്ത് ആഹാരത്തിന് വേണ്ടി, ധാന്യത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിൽ അവരെ ലൈനായിട്ട് നിർത്തുവാൻ രാജാവ് ഇവനെയാക്കി. ജനങ്ങളുടെ തിക്കിൻ്റെ തിരയിലിടയിൽപ്പെട്ട് ഇവൻ വീണുപോയി. ജനങ്ങൾ ഇവനെ ചവിട്ടിക്കൂട്ടി ഇവന്റെ പുറത്ത് കയറി നിന്നിട്ട് അരി വാങ്ങിയിട്ട് പോയി. കാരണം 7 വർഷമായിട്ട് ദേശത്ത് പട്ടിണിയാണ്. വിശപ്പ് കൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നുന്ന അമ്മമാര് ഇവനെ വെച്ചേക്കോ. അങ്ങനെ അവൻ അത് കണ്ടു, അനുഭവിച്ചില്ല. എന്താണ് അവൻ പറഞ്ഞ വാക്ക്? എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ദൈവം വിചാരിച്ചാലും നടക്കുകയില്ല. വിശ്വാസികളുടെ ഇടയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള അവിശ്വാസങ്ങൾ. ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുമോ? കഴിയും, ഉൾക്കൊള്ളണം. വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഒരു ദൈവദാസൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എന്നെയാണ് ആ കുടുംബം, അദ്ദേഹത്തിൻ്റെ ആ അന്തിമ ശുശ്രൂഷകൾ ചെയ്യാൻ എന്നെയാണ് അതിൻ്റെ കാർമ്മികത്വം, പാസ്റ്റർ വന്ന് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ. അങ്ങനെ ആയിരങ്ങൾ അവിടെ കൂടി, വീട്ടുമുറ്റത്തും എല്ലാം ടെലിവിഷനുകളിൽ നിരത്തി വെച്ചിരിക്കുന്നു, ചാനലുകാർ. പിന്നെ അത് മീഡിയ വഴി ലോകം മുഴുവൻ പോകുന്നു. അധികം നാളായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കോട്ടയത്ത് നിന്നും ഒരു ദൈവദാസനും, ആയിരക്കണക്കിന് ദൈവദാസന്മാരുണ്ട്, കൂടാതെ കോട്ടയത്ത് നിന്ന് ഒരു വിശ്വാസ വീരനും, എറണാകുളത്ത് നിന്ന് വേറൊരു വിശ്വാസ മല്ലനും,
രണ്ടുപേരും എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അടക്കരുത്, ഞങ്ങൾ വന്ന് ഉയർപ്പിച്ചോളാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്ന് ഉയർപ്പിക്കുക. ഞാൻ ഒട്ടും സംശയിച്ചില്ല. അവര് വന്നു, ശവപ്പെട്ടിയിൽ പിടിച്ച് അവർ കുലുക്കി മറിച്ച്, ഞാൻ കരുതി പെട്ടി മറിച്ച് അവർ താഴെയിടുന്നു. അതുപോലത്തെ പാർട്ടികൾ. അവരുടെ വിശ്വാസം ഭയങ്കരമായിരുന്നു. എന്തോ അന്ന് ആ ദൈവദാസൻ എഴുന്നേറ്റില്ല. ആരും ഈ ശുശ്രൂഷയ്ക്ക് അനുകൂലമല്ലായിരുന്നു. എന്നാൽ ആ ശുശ്രൂഷ അനുവദിച്ചത് ഞാനാണ്. രണ്ട്, ഞാൻ പറഞ്ഞു, ഇവിടെ ഉയർത്തെഴുന്നേൽപ്പൊന്നും നടന്നില്ല, എങ്കിലും ഞങ്ങളത് വിശ്വസിക്കുന്നു. കാരണം ബൈബിൾ അത് പറയുന്നു. ബൈബിൾ എന്ത് പറയുന്നോ ഞങ്ങൾ വിശ്വസിക്കും. ഇപ്പോൾ അടക്കുവാൻ സിമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. മൂടി സിമിത്തേരിയിൽ മൂടി വെച്ച് ഈ പെട്ടി മറക്കും വരെ ഉയർക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഉയർത്തില്ലെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, ഉയർപ്പിക്കാത്ത ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ദൈവത്തിന് താല്പര്യമില്ല. ദൈവത്തിൻ്റെ കുഴപ്പമാണെന്നല്ല, ദൈവത്തിന് താല്പര്യമില്ല. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു മടുപ്പുമില്ല. കാരണം ബൈബിൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് ആവർത്തിക്കുന്നു. മരിച്ചവർ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉയർത്തു. ഞാനെന്തിന് ദൈവത്തെ സംശയിക്കണം? അതുകൊണ്ട് എനിക്കൊരു ദൈവസന്നിധിയിൽ ഒരു പ്ലസ് പോയിന്റ് കിടപ്പുണ്ട്. എനിക്കൊരു ഗ്രേസ് മാർക്ക് കിടപ്പുണ്ട്. എന്താണ്? ഇതിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി ചീത്ത കേട്ടു. ആരിൽ നിന്ന്? നാടായ നാട്ടിലെ പാസ്റ്റർമാർ. സിമിത്തേരിയിൽ വെച്ച് എന്നെ പറയാനൊന്നുമില്ല. വേറെ പല അടക്കം നടക്കുമ്പോഴും സിമിത്തേരിയിൽ ചെല്ലുമ്പോൾ അവിടെ കൂടി വരുന്ന ദൈവവേലക്കാർ പറഞ്ഞു, ഉയർപ്പിക്കാൻ നടക്കുന്നു ഒരുത്തൻ. എങ്കിലും ആ നിന്ന എനിക്കൊരു അനുഗ്രഹമാണ്. എനിക്കത് ഗ്രേസ് മാർക്കാണ്. ഒരു ദിവസം അത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തെ ഒരിക്കലും ഒരു നിമിഷത്തേക്ക് പോലും അവിശ്വസിക്കരുത്. നമ്മൾ ഇന്ന് ദൈവത്തെ അവിശ്വസിക്കണം. മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാമെങ്കിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന് വിഷയമാണ്. കാരണം മരിച്ച ഒരാൾക്കൊരു ബോഡി ഉണ്ടല്ലോ. ദൈവത്തിനത് എളുപ്പമാണ്. ഒരു ബോഡി പോലും ഇല്ലാത്തപ്പോൾ ദൈവം ബോഡി ഉണ്ടാക്കിയിട്ട് ഊതി എഴുന്നേൽപ്പിച്ച മനുഷ്യനെ ദൈവത്തിന് ബോഡി, മരിച്ചു കിടക്കുന്ന ഒരു ബോഡി എഴുന്നേൽപ്പിക്കാൻ എന്തൊരു എളുപ്പമാണ്. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് കേട്ടാൽ, വചനം പറഞ്ഞാൽ, നിങ്ങൾ 2 കൈയടിച്ചതിനെ സ്വീകരിക്കണം, 2 കൈ നീട്ടി സ്വീകരിക്കണം. ഇന്ന് നിന്റെ വീടിൻ്റെ വിടുതലാണെന്ന് കേട്ടാൽ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. ആമേൻ പറയണം. ആമേൻ എന്നുള്ളത് യേശുവിൻ്റെ പേരാണ്. അതുകൊണ്ട് വിമർശനങ്ങളോ എതിർപ്പുകളോ ഒന്നും വകവെക്കരുത്. ചിലർക്ക് ഇതിനുള്ള ഭാഗ്യമില്ല ഇത് കാണാൻ. ഇതാ ജോസഫ് നീതിമാനാണ്. മറിയ ഗർഭം ധരിച്ചെന്ന് കേട്ടപ്പോൾ ഇവനിപ്പോൾ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനുള്ള ഒരു പരിപാടിയാണ്. ദൈവം വിടുമോ? ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു, ദാവീദിന്റെ മകനായ ജോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദാവീദിന്റെ മകനായ ജോസഫേ. അതിൻ്റെ അർത്ഥം, എടാ നീ വലിയ നീതിമാൻ കളിക്കണ്ട. നീ എന്തൊക്കെയായാലും ഇവൾ പരിശുദ്ധാത്മാവിൽ ഗർഭവതിയാണ്. നീ ദാവീദിന്റെ മകനാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 6 മുതൽ വായിക്കണം. അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശുവിൻ്റെ വംശാവലി പറയുമ്പോൾ ഓരോരുത്തരെ ജനിപ്പിച്ച ചരിത്രം ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു 5-ൽ. 6 ഈശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ താഴോട്ട് കാണുന്നതെല്ലാം രാജാക്കന്മാരാണ്. ശലോമോനെ ഉൾപ്പെടെ അവിടെ രാജാവെന്ന് പറയുന്നില്ല. ഒരൊറ്റ ആളെയാണ് രാജാവെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്. അത് ദാവീദ് തന്നെയാണ്. കാരണം ഞാൻ ഒരുത്തനെ രാജാവായി കണ്ടിരിക്കുന്നു. ദൈവം ഒരുവനെ മാത്രമേ രാജാവായി കണ്ടുള്ളൂ. അതിനുശേഷം വരുന്നവൻ രാജാതി രാജാ. അതാണ് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. ഞാൻ ഒരുത്തനെ രാജാവായി കണ്ടിരിക്കുന്നു. പിന്നെ വന്നതിനൊന്നും രാജാവായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ദൈവം പാപങ്ങൾ ഏറ്റുപറഞ്ഞ ദാവീദിനെ ദൈവത്തിൻ്റെ
ഹൃദയപ്രകാരമുള്ളവനാക്കി മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും. എന്നാൽ ഞാൻ അവൻ തെറ്റ് ചെയ്തത്, അവൻ രഹസ്യത്തിൽ ചെയ്തത് ഞാൻ പുരമുകളിൽ ഘോഷിക്കും. ദൈവം നീതിമാനാണ്. നമുക്ക് ദൈവത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് തെറ്റ് ചെയ്തവനെ വിടത്തില്ല. അവൻ ചെയ്ത ചതികളെ ദൈവം പുറത്തു കൊണ്ടുവരും. നമ്മളിവിടെ 6-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഈശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. അടുത്തത് ശ്രദ്ധിച്ചോ, ദാവീദ്, പിന്നെ രാജാവ് എന്ന് പറയുന്നില്ല, ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ഇപ്പൊ ദാവീദ് കിരീടം മാറ്റിവെച്ച് തലേ തുണിയിട്ട് നടക്കുന്ന, തലയിൽ തോർത്ത് മൂടിയിട്ട് ഒളിച്ചു പാത്ത് നടക്കുന്ന ഒരു സീനാണ് ഇവിടെ കാണുന്നത്. കിരീടം വെച്ച് സിംഹാസനത്തിൽ ദൈവം ഇരുത്തിയതാണ്. ഇപ്പൊ തലേ തോർത്തും തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടേണ്ട ഗതികേടാണ് ദാവീദിന്. ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ. എൻ്റെ കർത്താവെ, ഇങ്ങനെ പറയണോ? കർത്താവിന് പറയടാ കുഞ്ഞ്, അങ്ങനെ പറയണം. ഞാൻ അവനെ രാജാവായിട്ട് കിരീടം വെപ്പിച്ചതാണ്. എന്നാൽ ആ മാന്യതയിൽ അവൻ നിന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും, ഞാൻ നീതിമാനാണ്. കർത്താവെ, അങ്ങനെ ചെയ്താൽ നാണക്കേടല്ലേ? യേശു പറയും, കുഴപ്പമില്ല, നാണം കെട്ട കുടുംബത്തിൽ തന്നെ ഞാൻ പിറന്നോളാം. യേശുവിന് ആ കുടുംബത്തിൽ വന്ന് പിറക്കാൻ, എന്നാൽ വേണമെങ്കിൽ അയ്യോ ഇത്രയും നാണം കെട്ട കുടുംബത്തിൽ വന്ന് ഞാൻ പിറക്കണോ? അതുകൊണ്ട് ഊരിയാവിൻ്റെ ഭാര്യ എന്ന് പറയണ്ട, കുറഞ്ഞത് ബേത്ശേബയെന്നെങ്കിലും പറഞ്ഞുകൂടെ? ഇല്ല, ഇനി ഒരുത്തൻ്റെ ഭാര്യ, അന്യൻ്റെ ഭാര്യ, അതൊരു പാപമാണെന്ന് ലോക ചരിത്രം മുഴുവനും അറിയട്ടെ. ഞാനൊരുവനെ രാജാവാക്കി, അവൻ ചെയ്ത തെറ്റ് ലോകം അറിയട്ടെ. അങ്ങനെ ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ആര്? ദാവീദ്. അതായത് അവൻ മഹാപാപിയായി അധപ്പതിച്ചു, ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചു, വീണ്ടും വീണുപോയ കൂടാരങ്ങളെ ദൈവം നിവർത്താമെന്ന് ഉറപ്പ് കൊടുത്തു. അങ്ങനെയാണ് ഈ വംശാവലി ഉണ്ടാകുന്നത്. ദാവീദേ, നിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തുവാൻ നിന്റെ കുടുംബത്തിൽ ഞാൻ വരുന്നത് ഒരു കന്യകയിലൂടെയാണ്. അപ്പോഴാണ് ദാവീദിന്റെ പുത്രനായ ജോസഫ് ഗമയടിക്കുന്നു. ഹോ, ഇവളാള് ശരിയല്ലെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ഈ പെങ്കൊച്ചിന് ഇങ്ങനെ ആകേണ്ട ആവശ്യമുണ്ടോ? ഗൂഢമായി ഉപേക്ഷിക്കാം. ഈ സമയത്താണ് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുന്നു, എന്താ പറഞ്ഞത്? ദാവീദിന്റെ 20-ാം വാക്യത്തിൽ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ ജോസഫേ. അതിന്റെ അർത്ഥം, ദാവീദ് രാജാവിന്റെ മോനല്ല, നീ കൃപ കളഞ്ഞവന്റെ മോൻ. നീ ഒത്തിരി നീതിമാനൊന്നും കളിക്കണ്ട. നീ അവളെ ഉപേക്ഷിക്കാൻ പറ്റിയ നീതിയൊന്നും നിനക്കില്ല. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ്. എന്നാൽ നിന്റെ കുടുംബത്തിൽ നടന്നത് മുഴുവനും ദുരാത്മാവിന്റെ പ്രവൃത്തിയാണ്. എന്നിട്ടും നിന്റെ കുടുംബത്തെ ഞാൻ തകർത്തില്ല ജോസഫേ. നിന്റെ കുടുംബത്തിൽ നീയും നിന്റെ പിതാക്കന്മാരും എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയതാണ്. അതുകൊണ്ട് നീതിയുടെ മറപിടിച്ചുകൊണ്ട് നീതിമാൻ എന്ന ഭാവത്തിൽ ദൈവത്തിൻ്റെ പ്രോഗ്രാമിനെ കളയാമെന്ന് നീ വിചാരിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ്. നീ അവനെ, ആ ജനിക്കുന്ന കുഞ്ഞിന് യേശുവെന്ന് പേരിടണം. നീ അവളെ ചേർത്തുകൊള്ളണം. ഒറ്റ വാക്ക്, ഒരൊറ്റ സ്വപ്നം കൊണ്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. എന്താണ് ഇന്നത്തെ ചിന്ത? അതായത് നമുക്ക് ചിലപ്പോൾ തോന്നൽ വരും നമ്മൾ എല്ലാവരേക്കാൾ മിടുക്കരാണെന്ന്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അംഗീകരിക്കാതെ, ഇല്ല ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കുഞ്ഞെ, നീ അത് ഉൾക്കൊണ്ടേ മതിയാ. ദൈവത്തിൻ്റെ പ്രോഗ്രാമുകളെ മുഴുവനും ഹൃദയപൂർവ്വം അംഗീകരിക്കണം. കാരണം നിനക്ക് നീ പറയത്തക്ക രീതിയിലുള്ള യോഗ്യതകളൊന്നുമില്ല. ദൈവം തന്ന യോഗ്യതയാണ് ജോസഫേ നിന്റെ കുടുംബത്തിൽ മശിക വരുന്നത്. നിന്റെ സുവർണ അവസരത്തെ നീ തള്ളിക്കളയല്ലേ ജോസഫേ. അതാണ് നമ്മളവിടെ പഠിക്കുന്നത്. അതായത് വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ ദൈവത്തെ ആരാധിച്ചു പോകും. നമ്മുടെ ദൈവം അത്ര വലിയവനാണ്. മറിയെ ഒറ്റപ്പെടുത്തി മറിയെ നാണക്കേടാക്കാൻ ഇട്ട പദ്ധതിയെ ദൂതനെ അയച്ച് പൊളിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. അതായത് ദൈവത്തിന് വേണ്ടി ഒരു കന്യക
വിശ്വസ്തയോടെ നിന്നാൽ അവളുടെ കൂടെ സ്വർഗം മുഴുവനും നിൽക്കും. അവളെ തള്ളിക്കളയാനും അവളെ നാശമാക്കാനും ആരെയും ദൈവം അനുവദിക്കുകയില്ല. അതാണ് മറിയയുടെ ചരിത്രം. നീതിമാൻ എന്ന പേരിൽ ഒരു ഗമ കാണിക്കാൻ നോക്കിയ ജോസഫിനെ ദാവീദിന്റെ ചരിത്രം പറഞ്ഞ് ദൂതൻ ഒതുക്കിക്കളഞ്ഞു. എടാ, നിന്റെ അപ്പൻ ഇതല്ലേ, നീ ദാവീദിന്റെ മോനല്ലേ, എന്നാൽ അവളിൽ ഉൽപ്പാദിതമായത് അതാണ് ദൈവം. അതായത് നിന്നെ കളയാൻ, നിന്നെ സഹോദരി, നീ ഒറ്റക്കായിരിക്കും വിശ്വാസത്തിൽ വരുന്നത്, നിന്നെ ചീത്തയാക്കാൻ, നിന്റെ പേര് ചീത്തയാക്കാൻ നിന്റെ ഭർത്താവിനെയോ നിന്റെ കുടുംബക്കാരെയോ പോലും ദൈവം അനുവദിക്കില്ല. നീ കർത്താവിന് വേണ്ടി നിന്നാൽ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു നിന്നാൽ, നിന്റെ ഭാവി, നിന്റെ കുടുംബം, നിന്റെ കുടുംബജീവിതം ഒന്നും നശിക്കില്ല. അങ്ങനെ ചിതറിപ്പോകേണ്ട കുടുംബജീവിതത്തെ ഏറ്റവും മോഡൽ ഫാമിലിയാക്കി ദൈവം പുറത്തു കൊണ്ടുവന്നു. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. കർത്താവിന് വേണ്ടി നിന്നുകൊടുത്താൽ മതി. കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നിന്നുകൊടുക്ക്. മശിക പുറത്തു വരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവ്യമായ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളിൽ വചനത്തിൻ്റെ മാരി പെയ്യട്ടെ. കൃപയുടെ നദി ഇവരുടെ വീടുകളിൽ ഒഴുകട്ടെ. പിശാചിൻ്റെ പ്രവർത്തികൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. ചിലരെ ഒറ്റപ്പെടുത്തി നാണക്കേടാക്കാൻ, ഒറ്റപ്പെടുത്തി കുടുംബ ബന്ധങ്ങളെപ്പോലും പൊളിച്ചു കളയാൻ നോക്കുന്ന ജോസഫുമാരുടെ പ്രവർത്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അഴിച്ചു കളയുന്നു. കുടുംബ ബന്ധങ്ങൾ ഒന്നാകട്ടെ. ദൈവത്തിനു വേണ്ടി ഇറങ്ങിയ പ്രിയപ്പെട്ടവരെ ഒറ്റപ്പെടുത്തുന്ന, ബന്ധങ്ങളിൽ നകറ്റിക്കളയാൻ നോക്കുന്ന പിശാചിൻ്റെ പ്രവർത്തികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കൃപകളാൽ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ സീസണിൽ വലിയ ദൈവപ്രവൃത്തി, സാമ്പത്തിക വഴികൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്ക് വിശ്വസിക്കാം. കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും മുറുകെ പിടിക്കാം. ഇന്ന് വൈകിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന സൂമിൽ ഉണ്ടായിരിക്കുന്നതാണ്. 7 മണിക്കാണ്. നിങ്ങളെല്ലാവരും വൈകിട്ട് 7 മണിക്ക് സൂമിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല അതിൻ്റെ പാസ്വേഡ് പ്രത്യേകം വേണ്ടവർക്ക് അയച്ചു തരുന്നതാണ്. വേണ്ടവർക്ക് മാത്രം. കാരണം നമ്മുടെ മീഡിയയിലൂടെ പലരും ഹാക്ക് ചെയ്ത് മോശമായ ചില ചിത്രങ്ങളിട്ട ഒരു സംഭവം അത് മീഡിയ കണ്ടു, അത് പെട്ടെന്ന് എടുത്തു കളഞ്ഞു. അതുകൊണ്ട് ദൈവം നമ്മെ കാത്തു. അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഒരു കളങ്കം വരാതിരിക്കുവാൻ മീഡിയയിലൂടെ ഈ മീറ്റിംഗ് പാസ്വേഡ് ഉപയോഗിച്ച് വളരെ സെക്യൂരിറ്റി ഉപയോഗിച്ച് തന്നെയാണ് ഇനി പോകുന്നത്. അത് പാസ്വേഡ് അറിയാത്തവർ പേഴ്സണലായിട്ട് വിളിച്ചാൽ മതി. നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു.